നാടക നിർമ്മാണത്തിന്റെയും അവതരണത്തിന്റെയും സാമ്പത്തിക ചെലവുകളെ ചൊല്ലി ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കുറഞ്ഞ ചെലവിൽ പരീക്ഷണ നാടകങ്ങളുമായി ലിറ്റിൽ തിയേറ്റേഴ്സ് മുംബൈ ശ്രദ്ധ നേടുന്നത്. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ നാടകത്തിന് ഒരിക്കലും ഒരു വേദി പോലും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായില്ല. അത് പ്രധാനമായിട്ട് ഇന്ന് ബോംബെ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു സംഘാടകർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ പോലും ഒരു വേദി തരണമെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവാണ്. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ലൈറ്റ്, സൗണ്ട്, അത്തരം ഭീമമായ തുക മുടക്കിയിട്ട് നാടകാവതരണങ്ങൾ ഏത് സംഘാടകർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാലും സാധിക്കില്ല. നാടക ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ് ഇത്തരമൊരു പരീക്ഷണത്തിലേക്ക് നയിച്ചതെന്നും രാമകൃഷ്ണൻ പറയുന്നു. KSN നടത്തിയ പ്രവാസി നാടക മത്സരത്തിൽ 2015-16 കാലഘട്ടത്തിൽ കാർഗർ കേരള സമാജത്തിൻ്റെ മധ്യധരണിയായി ചുവക്കുന്നു എന്ന നാടകത്തിന് ഓൾ ഇന്ത്യ തലത്തിൽ ഞങ്ങൾക്ക് 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. പക്ഷേ ആ നാടകം വെറും 2 വേദികൾ മാത്രമാണ് പിന്നീട് കളിച്ചത്. കൂടാതെ ആ നാടകത്തിന് എതിരായിട്ട് വളരെ ഗൂഢാലോചന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് പൈസ ചിലവാക്കിയെന്നും കെട്ടുകാഴ്ചകളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായി. അപ്പോൾ അതിലത്തെ വളരെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാര്യമായ ചെലവുകളില്ലാതെ, കാര്യമായ രംഗസജ്ജീകരണങ്ങളില്ലാതെയുള്ള നാടക അവതരണങ്ങളിലേക്ക് വന്നത്. അതിൽ മറ്റൊരു പ്രധാന പങ്ക് വഹിച്ചത് ഞങ്ങളുടെയൊക്കെ ഗുരുവായിട്ടുള്ള ശ്രീ ജയപ്രകാശ് കുള്ളൂരാണ്. മുംബൈയിൽ കൂടുതൽ വേദികൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ലിറ്റിൽ തിയേറ്റേഴ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മലയാളി സമാജങ്ങളുണ്ടോ അതിൻ്റെ ഒരു ശരാശരിക്ക് അനുസരിച്ചുള്ള പ്രോത്സാഹനം സത്യത്തിലില്ല. കാരണം ബോംബെയിൽ 100-ലധികം മലയാളി സമാജങ്ങളുണ്ടെങ്കിൽ ഒരു 10 സമാജങ്ങൾ മാത്രമായിരിക്കും ഞങ്ങൾക്ക് വേദി തന്നിരിക്കുക. 4 നാടകങ്ങൾ, വ്യത്യസ്തമായ പ്രമേയങ്ങൾ. സീത കുലീനമായ കുടുംബത്തിൽ പിറന്നതാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ കുറിപ്പിനെ ആധാരമാക്കി അവതരിപ്പിച്ച ശങ്കുണ്ണി, ജയപ്രകാശ് കുള്ളൂർ രചിച്ച ഇത് കരുണാകരന്റെ വീടല്ല ചോരണ വീട് എന്നീ നാടകങ്ങൾ കൂടാതെ KV ഗണേഷ് എഴുതിയ സുജാത ഒരു പെൺപിറവിയുമാണ് അരങ്ങേറിയത്. അരങ്ങിലും അണിയറയിലുമായി വിസ്മയിപ്പിച്ചവർ KV രാമകൃഷ്ണൻ, PR സഞ്ജയ്, ശീതൾ, ഷൈനി, രശ്മി എന്നിവരാണ്. ശബ്ദവും വെളിച്ചവും ഏകോപനവും മാത്രമല്ല രംഗസജ്ജീകരണവും നിർവഹിച്ചത് ഈ 5-അംഗ നാടക പ്രവർത്തകരാണ്. കല്യാൺ സെൻട്രൽ കൈരളി സമാജമാണ് വേദിയൊരുക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം മുംബൈയിലുള്ള കലാകാരന്മാർക്ക് ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അവർക്ക് അവസരം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ സെക്രട്ടറി പോൾ പറപ്പള്ളി നാടക പ്രവർത്തകരെ ആദരിച്ചു. പ്രൊസീനിയം നാടകങ്ങൾ കണ്ടുശീലിച്ച മുംബൈയിൽ കാണികളെയും പങ്കെടുപ്പിക്കുന്ന ഇന്റിമേറ്റ് തിയേറ്റർ പരീക്ഷണങ്ങൾക്കാണ് ലിറ്റിൽ തിയേറ്റേഴ്സ് തുടക്കമിടുന്നത്. യാതൊരു സാങ്കേതിക സംവിധാനവുമില്ലാതെ ഏറ്റവും പരിമിതമായ സ്ഥലത്ത് കളിക്കാവുന്ന രീതിയിലാണ് ഈ നാടകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈയിലെ സജീവ നാടക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഖാർഗർ കേരള സമാജത്തിന്റെ നാടക പ്രവർത്തകരാണ് ലിറ്റിൽ തിയേറ്റേഴ്സ് എന്ന നാടക സൗഹൃദ കൂട്ടായ്മയുടെ അണിയറ ശില്പികൾ.